പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പിന്റെ രണ്ടാം ബുധനാഴ്ചയാണിന്ന്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 18 മുതൽ 26 വരെ വാക്യങ്ങളിൽ വിവരിക്കുന്ന ഒരേ സമയത്ത് രണ്ട് അത്ഭുതങ്ങൾ ഈശോ ചെയ്യുന്ന കാര്യമാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കുന്നത്. ഭരണാധിപന്റെ മകളെ ഈശോ ഉയർപ്പിക്കാനായി അവന്റെ വീട്ടിലേക്ക് പോകുന്നതിനിടയ്ക്ക് വഴിക്ക് വെച്ച് രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയെ വിശ്വാസത്തോടെ സ്പർശിക്കുന്നതും സൗഖ്യപ്പെടുന്നതും, തുടർന്ന് ഈശോ ഭരണാധികാരിയുടെ വീട്ടിൽ ചെന്ന് ആ കുഞ്ഞിനെ ഉയർപ്പിക്കുന്നതുമാണ് ഇന്നത്തെ സുവിശേഷം. അസാധ്യമെന്ന് കരുതിയിരുന്ന, പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്ന രണ്ട് സാഹചര്യങ്ങളിലാണ് കർത്താവ് ഇടപെടുന്നതും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതും. രക്തസ്രാവക്കാരി സ്ത്രീ വളരെയേറെ വർഷങ്ങൾ പല വൈദ്യന്മാരുടെ അടുത്ത് പോയി ചികിത്സ നടത്തിയിട്ടും ഒരു സൗഖ്യവും കിട്ടിയില്ല. പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നു. അതിനേക്കാൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഒരു കുഞ്ഞ് മരിച്ചുപോയി, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന ആ ഒരു പിതാവിന്റെ സങ്കടത്തിന് മുമ്പിലാണ് ഈശോ അവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. ഈ രണ്ട് സാഹചര്യങ്ങളും നഷ്ടപ്പെട്ട പ്രതീക്ഷയ്ക്കപ്പുറത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇവർ രണ്ടുപേരും തങ്ങളുടെ അവസാന ആശ്രയമെന്ന രീതിയിലാണ് കർത്താവിനെ സമീപിക്കുന്നത്. മനുഷ്യ ദൃഷ്ടിയിൽ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾക്കും ദൈവത്തിന്റെ മനസ്സിലും ദൈവത്തിന്റെ പദ്ധതിയിലും പരിഹാരങ്ങളുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാനും നമ്മളെ പഠിപ്പിക്കാനുമാണ് ഈ രണ്ട് സംഭവങ്ങൾ സുവിശേഷത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത്. ഈ രണ്ട് സംഭവങ്ങളും ഒരുമിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യം, ശതാധിപൻ വന്ന്, ഈ ഭരണാധികാരി വന്ന് ഈശോയോട് അവന്റെ സങ്കടം പറഞ്ഞു, എൻ്റെ മകൾ മരിച്ചുപോയി. അത് പ്രാർത്ഥനയുടെ സൂചനയാണ്. രക്തസ്രാവക്കാരി പിന്നിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വെളുമ്പിൽ സ്പർശിച്ചു. അതൊരു പ്രവൃത്തിയാണ്, ഒരു ആക്റ്റാണ്. പ്രാർത്ഥനയും അതിന് ചേർന്ന ആത്മീയ പ്രവർത്തനങ്ങളും നമ്മളിൽ നിന്നുണ്ടാകുമ്പോൾ അസാധ്യമെന്ന് കരുതുന്ന പല കാര്യങ്ങൾക്കും ദൈവത്തിന്റെ ഇടപെടലിലൂടെ സാധ്യത ഉണ്ടാകുമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. സമ്പൂർണ്ണ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയും പ്രവൃത്തി എന്നുള്ളത് ആത്മീയ അനുഷ്ഠാനങ്ങളും പുണ്യപ്രവർത്തനങ്ങളുമാണ്. ദൈവത്തിനോട് ചെയ്യുന്ന, ദൈവത്തിന്റെ കാര്യത്തിൽ മനസ്സർപ്പിച്ച് ചെയ്യുന്ന ആത്മീയ കാര്യങ്ങളും അതുപോലെ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള പുണ്യപ്രവർത്തികളും. അങ്ങനെ പ്രാർത്ഥനയും പ്രവർത്തനവും ഒന്നു ചേരുമ്പോൾ അസാധ്യമെന്ന് കരുതുന്ന പലതും അല്പം താമസിച്ചാൽ പോലും സാധ്യമാകുമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ ഭരണാധികാരിയുടെയും ഈ വിശ്വാസത്തോടെ സ്പർശിച്ച സ്ത്രീയുടെയും ആഴമായ വിശ്വാസം, അങ്ങയിൽ ആശ്രയിക്കാനുള്ള ആഴമായ വിശ്വാസം, ഞങ്ങളുടെ അസാധ്യമെന്ന് കരുതുന്ന പ്രതിസന്ധികളിലും മനസ്സ് മടുക്കാതെ അങ്ങയുടെ അടുത്ത് വരാനുള്ള ആ വലിയ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമെന്നും, മനസ്സ് നിരാശയിലേക്ക് പോകാതെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിക്കാനും ദൈവത്തിൽ ആശ്രയിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.